അതെ, ചെറിയൊരു സംശയം. എന്ത് സംശയം? ഈ തറവാട്ടിലെ വീണ്ടും കല്യാണത്തിനുള്ള ഒരു മേളം ഉയരുന്നുണ്ടോന്ന്. നീ എന്താ ഉദ്ദേശിക്കണേ? അതൊന്നും പറയാറായിട്ടില്ല. പതിയെ പറ. അതൊന്നും പറയാറായിട്ടില്ല. ഇതിപ്പോ നീ എന്നെയും കൂടെ വെറുതെ ടെൻഷൻ ആക്കിയല്ലോ. എങ്കിൽ പിന്നെ പറയാതിരുന്ന പോരായിരുന്നോ? അത് ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോ അങ്ങ് പറഞ്ഞു പോയതാ. ഇപ്പൊ നീ എന്നോട് മാത്രം പറ ആരാന്ന്. അല്ല, വേണ്ട. ചേച്ചിക്ക് എന്നെ പോലെ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വളരെ കറക്റ്റാ. ഈ പഞ്ചായത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞാൽ മതി എന്ന് ആൾക്കാർ പറയണേ. ഏതോ ആൾക്കാർ പറഞ്ഞങ്ങനെ? എല്ലാരും പറയണ്ട്. നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നാട് മുഴുവൻ അറിയുന്നു. അതെ, പറയേണ്ട കാര്യം മാത്രമേ ഈ ഷാഹിന പറയുള്ളൂ. അപ്പൊ പിന്നെ ഇത് പറയണ്ടേ? ഇത് പറയുന്നില്ല ഇപ്പൊ. ഒന്നുമില്ല. രണ്ടാൾക്കൂടി ഒരു രഹസ്യം പറച്ചില്. പറയടി. എന്ത് പറയാനും? ഒരു കല്യാണക്കാരൻ പറയാ പുണ്യേട്ടാ. കല്യാണോ? ആരുടെയാണ്? അതെ, ദൂരെ നിന്നാണെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. അയ്യോ, അങ്ങനെ ദൂരെ ഒന്നും ആയിരിക്കില്ല, ഈ ഭാഗത്തൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ചടങ്ങുണ്ടോന്നുള്ളതാ ആകെയുള്ളൊരു സംശയം. അതെന്താ അങ്ങനെ? എനിക്ക് അറിയില്ല പുണ്യേട്ടാ. ആരുടെ ചോദിച്ചിട്ട് ഇവള് പറയണില്ല. അപ്പൊ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. എന്താ പറയാത്തെ? അതൊന്നും പറയാറായിട്ടില്ല, അതുകൊണ്ട്. പിന്നെന്തിനാ നീ കല്യാണക്കാര്യം പറഞ്ഞേ? അതെ, ഞാനിവിടെ ആലോചിച്ചോണ്ട് നിൽക്കുമ്പോ ഈ കുമാരി ചേച്ചി വന്നിട്ട് എന്താ ആലോചിച്ചെന്ന് ചോദിച്ചോണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. അപ്പൊ അങ്ങോട്ട് പറഞ്ഞൂടെ സത്യം? പറയാറായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പറയാറാവുമ്പോഴേ ഞാൻ തന്നെ ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞോളാം. ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞോളാം. ഷൈന, ആളെനിക്ക് പിടികിട്ടി. ആരെ പിടികിട്ടിയത്? എങ്ങനെ പിടികിട്ടി? എനിക്കറിയാം. ആര്? ഈ കല്യാണച്ചക്കനെ എനിക്ക് പിടികിട്ടി. ആണോ? അപ്പുണ്ണേട്ട മനസ്സിലായോ? അപ്പുണ്ണേട്ട ആരെ ഉദ്ദേശിച്ചേ? നീ പറഞ്ഞില്ലല്ലോ, അപ്പൊ ഞാനും പറഞ്ഞില്ല. അല്ല, അപ്പുണ്ണേട്ടൻ പറ, അപ്പൊ നമുക്ക് അറിയാലോ ഒരാളെ തന്നെയാണോ ഉദ്ദേശിച്ചെന്ന്. പറയണോ? പറ. ഈ ആളെ കുറച്ച് പ്രായമുള്ള ആളല്ലേ? അതെ. ആണോ? പിന്നെ മീശല്ലല്ലോ ആൾക്ക്? നിങ്ങളൊക്കെ അപ്പുണ്ണിനെ കുറിച്ച് എന്താ വിചാരിച്ചേ? അപ്പുണ്ണി തൊഴുത്തും പശുക്കളായിട്ട് നടക്കാന്നോ? അപ്പുണ്ണിയെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പുണ്ണിയുടെ ആരാണ്? പറയട്ടെ. ഇവളുടെ വാപ്പ മജീദ്ക്ക. അന്ന് സുലത്താത്തേറ്റ് ഇവിടെ വന്നില്ലേ പിണങ്ങിട്ട്? അന്ന് മജീദ്ക്കയുടെ സംസാരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് മജീദ്ക്ക മൂന്നാമത് ഒന്നുകൂടി കിട്ടുന്നു. ഈ ഷാഹിനയുടെ ഒരു ഭാഗ്യം. എത്ര ഉമ്മമാരാ നമുക്ക്. എവിടുന്ന പെണ്ണ്? അപ്പുണ്ണേട്ടാ, എന്റെ വായിരിക്കുന്ന കേക്കുണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നോ? പാപ്പ 2 കേട്ട് എന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല, അപ്പഴാ അടുത്തത്. അപ്പല്ലേ? അല്ല അല്ല. പിന്നെ ആരാ? എടി ആരാന്ന് പറഞ്ഞിട്ട് പോയെങ്കി. പറയാനേ എനിക്കിപ്പോ സൗകര്യമില്ല. ഇങ്ങനെ അല്ലതിപ്പോ അവള് ആരുടെ കല്യാണക്കാരി പറയണ? ഇവിടെ വീട്ടിലെ കാര്യമാണോ പറഞ്ഞേ? നമുക്കറിയുന്ന ആരോ ആണോ? അതല്ലേ അവള് വിളിച്ചു ചോദിക്കണേ. ഞാൻ ആരായിരിക്കും? മീശല്യ പങ്ക്യാമന? പങ്ക്യമാവനോ? നീ ഒന്ന് പോയവിടുന്ന്. പങ്ക്യമാവൻ കല്യാണം കഴിക്കാൻ പോവാ. അപ്പൊ പിന്നെ ഇപ്പൊ പ്രായമായിട്ട് മീശല്ലാത്തത് അച്ഛനേ ഉള്ളൂ. അച്ഛനാ? അച്ഛനത്തെ കല്യാണം കഴിച്ചാലേ അച്ഛന്റെ 16 എണ്ണത്തിന് അമ്മയോട് കഴിക്കും. അമ്മ കൊല്ലും അച്ഛനെ. അതന്നെ. അയ്യോടാ, അവിടെ കണ്ണുവരുന്നു. റൂം കൊടുക്കട്ടെ. ആങ്ങളെ, നാത്തോനെ ഇവിടെ ഇല്ലേ? ആങ്ങളെ, ഇതാര്? കൊട്ടിലപ്പാട്ട് ബാലാമണിയമ്മയോ? സുഖമാണോ? അയ്യോ, പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലേ. എന്ത് പറ്റി വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ആരെങ്കിലും വീണ്ടും കാല് തല്ലി ഓടിച്ചോ? കാല് തല്ലി ഓടിച്ചാ ഇങ്ങോട്ടാണോ വരുന്നത്? ആശുപത്രിയിലോട്ടല്ലേ? അല്ല, ആശുപത്രി പോയാലും നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരണമല്ലോ. അതെ, എന്റെ സംരക്ഷണം ഞാൻ വേറെ ആരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ചാലും ഇവിടെ നോക്കാൻ ആർക്കും നേരെയില്ല, നോക്കുകയില്ല. ഓ, രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. ഫോമില്ല. അപ്പച്ചിയെ, എന്നാടാ രാവിലെ എല്ലാം കൂടെ പൈക്കാത്ത കയറി അടയിരിക്കുകയാണോ? അല്ല, ഞാനവിടെ വാവയെ കളിപ്പിക്കായിരുന്നു. അത് തന്നെ ചോദിച്ചു, അടയിരിക്കുകയാണോന്ന്. എടാ, എല്ലാം കൂടെ ആ പെരക്കകത്ത് കയറിയിരുന്നല്ലേ ഈ വീടിന്റെ വെളിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയുമോ? ഇപ്പൊ അപ്പച്ചിയുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ വന്നാണല്ലോ. അപ്പുണ്ണിയെ, ഈ വെളിയിൽ നിന്ന് വന്നവരെന്ന് ഉദ്ദേശിച്ചത് എന്നെയാ. സാറാമ്മ മേഡത്തിനാണ് ഉദ്ദേശിച്ചേ. എന്ത് സാറാമ്മ മേഡം? ഇവരോ? സാറാമ്മ മേഡം ഇപ്പൊ കുട്ടിലെ പാട്ടയാ. അത് ശരി.
അപ്പൊ എല്ലാരും കൂടി ഇവരെ കൂടി വിലക്കെടുത്തോ? വിലക്കെടുത്തല്ല, ഇവിടെ ഒരു റൂം ഇപ്പൊ സാറാമ്മ മേഡത്തിനാ. സാറാമ്മയുടെ ഇവിടുത്തെ പ്ലെയിൻ ഗസ്റ്റാ. പ്ലെയിൻ ഗസ്റ്റ് എന്ന് പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല. അപ്പച്ചി പറഞ്ഞോ, ഒക്കെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞതാ. അതെ, ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ച് എഗ്രിമെന്റിന് സൈൻ ചെയ്ത് അഡ്വാൻസ് വാടകയും കൊടുത്ത ശേഷമാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ അറിയാതെ ഈ തറവാട് അവർക്ക് ഭാഗം വെച്ച് കൊടുത്തോ? അപ്പച്ചി അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, വലിയ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാ. അവരോട് മുഴുവൻ കളിക്കാൻ നിൽക്കരുത്. അപ്പച്ചി വന്നേ, കറക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ. വരുമല്ലേ? ആങ്ങളെ. അതെ പെങ്ങളെ, കേറി വാങ്ങളെ, ഇരിക്ക്. തറവാട് വല്ലവർക്കും തീറെഴുതി കൊടുത്തിട്ട് കട്ടിലേക്ക് കയറി അങ്ങനെ കിടക്കാൻ നല്ല സുഖമുണ്ടല്ലേ? മനസ്സിലായി. ആ സാറാമ്മ അവിടെ താമസിപ്പിച്ചാലല്ലയോ തറവാട് തീറെഴുതി കൊടുത്തെന്ന് നീ പറഞ്ഞത്? ഒരു മുറിയെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. അയ്യോ, അത് കട്ടായി പോയല്ലോ. ഒരു കാര്യം ചെയ്യ്, കുട്ടിലപ്പാട് തറവാടിന്റെ പേരങ്ങ് മാറ്റിയിട്ട് കുട്ടിലപ്പാട് ലോഡ്ജ് എന്നാക്ക. എന്നിട്ട് മുറികൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നൊരു ബോർഡും കൂടെ വെക്ക്. താങ്കളെ അതിന്റെ ഫ്രണ്ടില് മേശയും കസേരയിട്ട് മാനേജറായിട്ട് അങ്ങിരിക്കണം. അയ്യേ, അതൊക്കെ മോശമില്ലേ പെങ്ങള്? ഒരു മോശവും ഇല്ല. എന്താണ് നാത്തൂൻ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ? അതേ, സാറാമ്മയ്ക്ക് മുറി കൊടുത്തതിന്റെ ദേഷ്യത്തിലാ. അതാണോ? എന്റെ പൊന്ന് നാത്തൂനെ, ഈ പൊട്ടറാങ്ങ ഞങ്ങളെങ്കിൽ ഒരു കാര്യം പറഞ്ഞപ്പോ നാത്തൂന് എന്തിനാ സമ്മതിക്കാൻ പോയത്? അയ്യോ, ബലരാമേട്ടനെ പറയേണ്ട നാത്തൂനെ. റൂം കൊടുക്കാൻ സമ്മതിച്ചത് ഞാനാ. എന്തൊക്കെയാ നാത്തൂനെ ഞാൻ ഈ കേൾക്കുന്നത്? അവള് നമ്മുടെ ശത്രുവല്ലേ? പെങ്ങളെ എവിടെ നോക്കിയേ, സീതാലക്ഷ്മിക്ക് ഒരു ആപത്ത് വന്നപ്പോഴേ സഹായിക്കാൻ ഈ ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആണോ നാത്തൂന്? അതെ നാത്തൂനെ, അയൽക്കൂട്ടത്തിന് പോയപ്പോഴേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ അതിൽ നിന്ന് ഊരിയെടുക്കാൻ ഈ സാറാമ്മയാ സഹായിച്ചത്. ആയിക്കോട്ടെ, സഹായം ചെയ്ത് കഴിയുമ്പം ഒരു ചായയും കൊടുത്തു നന്ദിവാക്കും പറഞ്ഞങ്ങ് വിട്ടേക്കണം. അതേ എന്റെ ശരി. അല്ലാതെ അവളെ കയറി ഇവിടെ താമസിപ്പിക്കുകയാണ് ചെയ്തത്. അത് പങ്കി നിർബന്ധിച്ചപ്പോ സമ്മതിക്കാണ്ട് തരമില്ലാതെ വന്നു. എന്തായാലും അവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്റെ നാത്തൂനെ, അതിന് അധികം നേരമൊന്നും അത് ഇവിടെ നിക്കത്തില്ല. രാത്രി ഒന്ന് കിടക്കാനായിട്ട് വരും, അത്ര ഉള്ളന്നേ. ആണോ? ഞാൻ കുഴപ്പമില്ല. അപ്പൊ എത്ര നാളത്തേക്ക് താമസിക്കാനാ പരിപാടി? സീതാലക്ഷ്മിയെ, ഒരു വർഷത്തേക്കല്ലയോ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്? 11 മാസത്തേക്ക്. 11 മാസം കഴിഞ്ഞാൽ അപ്പോഴേ പറഞ്ഞു വിട്ടേക്കണം. പിന്നെ പുതുക്കി കൊടുക്കരുത് കേട്ടോ. പറഞ്ഞ കേട്ടല്ലോ? അത് നാത്തൂൻ പറഞ്ഞ പോലെ ഞാൻ ഏറ്റു. മതി. സ്വപ്നം കണ്ടിരിക്കല്ലേ? മാഡം, ഞാനിവിടെ ഇരുന്നോട്ടെ? ഇരുന്ന് കഴിഞ്ഞിട്ടാണോ കൊച്ചാ ചോദിക്കുന്നേ? മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എണീറ്റേക്കാം. അവിടെ ഇരിക്കേ, നീ വന്ന കാര്യം പറ. മാഡം എന്താ ആലോചിച്ചിരിക്കായിരുന്നു? ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. എന്തൊക്കെ അക്രമങ്ങൾ ഓരോ ദിവസവും നടക്കുന്നേ, ന്യൂസ് തുറക്കാൻ വയ്യ. ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ഞാൻ വിശ്വസിച്ചു. അല്ല, മാഡം പറയുന്നതൊക്കെ എനിക്ക് വിശ്വാസം. അത് നാടിന്റെ ഒരു അവസ്ഥയെ. നീ എന്താ ഇപ്പൊ വന്നേ? ഞാൻ വെറുതെ വന്നതാ. മാഡം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടോണ്ട് വന്നതാ. ഒറ്റയ്ക്ക് ഇരിക്കാൻ പാടില്ല ഇവിടെ? അയ്യോ, അതുകൊണ്ടല്ല. മാഡം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ആരെ പ്രതീക്ഷിച്ചിരിക്കാൻ? അല്ല, ആരെ വേണേലും ആവാലോ. എന്താ? ഒന്നുമില്ല മാഡം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നും തോന്നരുതേ. മാഡം എന്താ ഇത്രയും നാളായിട്ട് കല്യാണം കഴിക്കാത്തെ? അയ്യോ, കുഴപ്പമായോ?
ഞാൻ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. മാഡത്തിന് പറയാൻ താല്പര്യമില്ലേ പറയണ്ട. നീ എന്തായാലും ചോദിച്ചതല്ലേ, ഞാൻ പറയാം. എന്നാ പറ. ഒരു വിവാഹ ഉടമ്പടിയിൽ തളച്ചിടാൻ പറ്റുന്ന ഒരു ജീവിതമല്ല എന്റേത്. അതുകൊണ്ട് അത് നിങ്ങളെ പോലുള്ള എല്ലാവരും പറയുന്നല്ലേ. വേറെ പറ, മാഡത്തിന്റെ ശരിക്കുള്ള ഉത്തരം പറ. എന്റെ ഒരു ജീവിത രീതിയുമായിട്ട് സെറ്റായി പോകുന്ന ഒരാളെ കിട്ടിയില്ല, അത്ര തന്നെ. അതായത് മാഡത്തിന്റെ ജീവിത രീതിയായിട്ട് സെറ്റായിട്ട് പോണ ഒരാളെ കണ്ടാൽ മാഡം കല്യാണം കഴിക്കും, അതല്ലേ? എന്നാണോ ഞാൻ പറഞ്ഞത്? എന്നല്ലേ? അല്ല. പിന്നെ എടി, അങ്ങനെ ഒരാളെ കണ്ടുമുട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെ പറയുന്നതെന്നാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടി അതിനെപ്പറ്റി ചിന്തിച്ച മാഡം കല്യാണം കഴിക്കൂലേ? ഇതെന്തോന്നത് മാഡത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് തന്നാലോ? നീ കേബിളിന്റെ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് മാരേജ് ബ്യൂറോ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? മാഡത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ അതും തുടങ്ങും. മാഡത്തിന്റെ സന്തോഷം എന്റെ സന്തോഷം. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. മാഡം പറ. എടി, എന്റെ മനസ്സിൽ ഒരു കാര്യമില്ല, പിന്നെ ഞാൻ എന്തുവാ പറയണ്ടേ? മാഡത്തിന്റെ മനസ്സിൽ ശരിക്കും ഒന്നുമില്ല? ഒന്നുമില്ലെന്ന്. അങ്ങനെ അല്ല മാഡം, ഞാൻ ഇനിയിപ്പോൾ ആരോടെങ്കിലും പറയുന്നു വിചാരിച്ചിട്ടാണ് മാഡം മനസ്സ് തുറക്കാത്തതെങ്കിലേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇത് എങ്ങോട്ട് നോക്കേ, രഹസ്യങ്ങൾ സൂക്ഷിക്കാനേ എനിക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അത് മാഡം എന്നോട് തുറന്നു പറഞ്ഞോ? ശരിക്കും അങ്ങനെ ഒരു കഴിവുണ്ടോ? ഉണ്ട്. എന്നാ എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്താ? അതെ, എനിക്ക് കുറച്ച് മനസമാധാനം വേണം. ഒന്ന് എഴുന്നേറ്റ് പോകാവോ? ഞാന് ഇവിടുന്ന് എണീറ്റ് പോകണം. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? മാഡത്തിന് വേണ്ടിയിട്ട് ഞാൻ അതും ചെയ്യും. മാഡത്തിന്റെ സന്തോഷം എന്റെ സന്തോഷം. ഞാൻ എണീറ്റ് പോയ പോരെ? പക്ഷെ മാഡം എന്തുണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ. ഞാൻ സഹായിക്കും കേട്ടോ. ശരി, ചെല്ലേ. മാഡം, ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ? എന്താ? ചുമ്മാ ചോദിക്കുകയാണേ. മാഡത്തിനെ പോലെ തന്നെ ഈ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന, മീശയൊന്നും ഇല്ലാത്ത, മുണ്ട് ഷർട്ടും ധരിക്കുന്ന, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന, സ്ത്രീകൾക്കെതിരെ എന്ത് അക്രമം ഉണ്ടായാലും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാളെ മാഡത്തിന് ഞാൻ കണ്ടുപിടിച്ച് തന്നാലോ? നീ ആരെയാ ഉദ്ദേശിക്കുന്നു? അല്ല, ആരെയും ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഞാൻ മാഡത്തിന് തന്ന കല്യാണം കഴിക്കോ? പോകാൻ നോക്ക്. താല്പര്യമില്ല? ഇനി നീ വാ തുറന്നാ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നീ പോകാൻ നോക്ക്. പോവാം. മാഡത്തിന്റെ സന്തോഷം എന്റെ സന്തോഷം. പോവാ. മാഡം, എന്തെങ്കിലും ഉണ്ട് എന്നോട് പറയണേ. നീ പോവാൻ നോക്കു വച്ചേ. പോയി. ഇവളിത് ആരെയാ ഉദ്ദേശിച്ച്? ഉറപ്പായിട്ടും പങ്ക്യാമ്മനെ കാത്തിരിക്കുന്നത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ പോയി കൊളക്കരയിൽ ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമല്ലോ. ലോകകാര്യം ചിന്തിക്കണം. പിന്നെ ഭൂമിയുടെ അച്ഛനോട് ഇരിക്കുന്നത് താറാവമ്മേടാണ്. ഇതൊന്നുമല്ല, ആർക്കൊന്നും മനസ്സിലാവില്ലെന്നാണ് വിചാരിക്കുന്നത്. അവർ തമ്മിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട്. ഷാഹിന, നീ എന്താ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയണേ? ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറഞ്ഞോ? ആര്? എടി, ഞാനിപ്പോ കേട്ടതാ. ഞാൻ ഒന്നും പറഞ്ഞില്ലേ? എടി, നീ പറഞ്ഞു. അമ്മ കേട്ടോ? ഞാൻ കേട്ടതാ. എന്നാ പിന്നെ ഞാൻ അമ്പിളിക്ക് ഫോൺ വിളിക്കുമ്പോ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കിയതാ. എന്താണ്? അമ്മ അമ്പിളിക്ക് വിളിക്കുമ്പോ ഈ കേബിൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയണല്ലോ. അപ്പൊ എന്തെങ്കിലും മറന്നുപോയ അമ്പിളിക്ക് ചീത്ത പറയാ. അതിന്റെ റിഹേഴ്സൽ നോക്കിയതാ ഞാൻ. മേഡം അവിടെ കൊളക്കരയിൽ ഇരിപ്പുണ്ട്. ആണോ? എന്നാ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ.
അവള് വന്നേ പിന്നെ ഇവിടെ വെള്ളത്തിന്റെ ഉപയോഗം ഭയങ്കര കൂടുതൽ, അതൊന്നും പറയണം എനിക്ക്. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അതെന്താ ഞാൻ പോയാല്? അത് മേഡമേ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുക. ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നാ? ഒരാളെന്ന് പറഞ്ഞ ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കാന്ന്. എടി അതിനിപ്പോ ഞാനും കൂടെ പോയാലെന്താ? എന്റെ അമ്മേ, മാഡം ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. അപ്പം അതിന്റെ ഇടയ്ക്ക് അമ്മ ചെന്നിട്ട് വെറുതെ ഒരു കട്ടുറുമ്പാവണ്ടല്ലോ. കട്ടുറുമ്പാവണ്ടെന്ന് എന്തൊക്കെയാ നീ പറയണേ ചൈന? അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അത്രേ ഉള്ളൂ. വലിയ ആരോ ഫോൺ വിളിക്കാൻ പോകുന്നത്, അതുകൊണ്ട് പോവണ്ട. ഞാനും തടി വലിയ ആളല്ലേ, ഞാൻ അവളുടെ ഹൗസ് ഓണർ അല്ലേ. അമ്മ എന്നും പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രൈവസി ഉണ്ടാവില്ലേ, അതിന് നമ്മൾ മാനിക്കണ്ടേ. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അത്രേ ഉള്ളൂ. അവളുടെ ഒരു പ്രൈവസി. കൺമണി പൊന്മണിയെ കാർത്തിക. അപ്പുണ്ണേട്ടാ, ആ ഒന്നെങ്കി വന്നേ. എന്തേ? ഇങ്ങോട്ട് വാ. ആളാ വരുന്നു. എന്താ വിളിച്ചേ? ഇതെവിടെ പോവാ? ഞാൻ പറമ്പിലേക്ക്. പറമ്പിലെന്തിന്? അമ്മ കുരുമുളക് മുഴുവൻ തൊഴിയാണ്. അപ്പൊ ഞാനതൊന്ന് പറിക്കട്ടെ കൊറേയൊക്കെ. ആ അല്ല, കുരുമുളക് പറിക്കാൻ ഒറ്റയ്ക്കാ പോന്നേ? പിന്നെ കുരുമുളക് പറിക്കാൻ കൂടുതൽ ആളുണ്ടാവണോ? അതല്ല, ഏണി താഴെ നിന്ന് പിടിച്ചു തരാൻ ഒരാൾ കൂടെ വേണ്ടേ? ഒന്നും വേണ്ട. ഞാനെന്താ ആദ്യമായിട്ടാണ് കുരുമുളക് പറിക്കാൻ പോണേ. ഈ പറമ്പിലെ ഞാൻ കയറാത്ത മരങ്ങളില്ല, അറിയോ ഷാനിക്ക്? അങ്ങനൊന്നും അല്ല അപ്പുണ്ണേട്ടാ, എന്തായാലും കൂടെ ഒരാൾ സപ്പോർട്ടിന് വേണം. എടി അവനതിന് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കുരുമുളക് പറിക്കണത്. അത് എനിക്കും അറിയാലോ. പിന്നെന്താ പ്രശ്നം? അമ്മ കേറുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഏണിയൊക്കെ തന്നാലോ. അത് എനിക്ക് നല്ല ബാലൻസ് ആണ് ഷൈന. അപ്പുണ്ണേട്ടാ, ബാലൻസ് ആർക്ക് വേണേലും എപ്പോ വേണേലും തെറ്റാം. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും. അമ്മേ, അപ്പുണ്ണേന്റെ കൂടെ ചെന്ന് ആ ഏണി ഒന്ന് പിടിച്ചു കൊടുത്തേ. എടി ഞാനാ സാറാമ്മയൊന്ന് കണ്ടിട്ട് വരാന്ന്. അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ. അമ്മയ്ക്ക് സാറാമ്മ മേഡത്തിനെ കാണുന്നതാണോ അതോ സ്വന്തം അവന്റെ സേഫ്റ്റി ആണോ വലുത്? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അവന്റെ കൂടെ പോ, ഞാൻ സാറാമ്മയെ കണ്ടിട്ട് വരാം. എനിക്കങ്ങനെ പോവാൻ പറ്റില്ല. അതെന്താ? ഇപ്പൊ അമ്പിളിക്ക് ഫോൺ വിളിക്കും, അമ്പിളിക്ക് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലേ എന്നെ ചീത്ത പറയും. അതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റൂല. അതെ അമ്മേ, എനിക്കൊരാളുടെ സഹായം ഒന്നും വേണ്ട, ഞാൻ പോക്കോളാം. ആ, എന്നാ പിന്നെ അമ്മ പോകണ്ട അമ്മേ. അപ്പുണ്ണിയേട്ടൻ വീഴുമ്പോഴേ കരയുമല്ലോ, അപ്പൊ അമ്മ ചെന്നാ മതി. വേണ്ടടാ, ഞാൻ വരാം. എന്നാ പോരെ. ആ നടക്ക്. ഇതെന്തിപ്പോ ഇങ്ങനെയൊക്കെ പറയണേ? പടച്ചോനെ, ഓരോരുത്തരെ ഒന്നിപ്പിക്കാൻ മനുഷ്യൻ പെടുന്ന പാടേ. ഒരാളെ ഇതുവഴി പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ മറ്റേ ആൾ അതുവഴി വരും. ഇവർക്കൊക്കെ വീടിനകത്തെങ്ങാടും ഇരുന്നാ പോരെ. അപ്പുണ്ണിയെ, നീ എന്താടാ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കണത്? സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒച്ചയും വിളിയൊക്കെ കൂട്ടിയിരിക്കും. ഞാൻ ഇപ്പൊ എത്ര നേരം ഇവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണെന്ന് അറിയോ? ഞാനേ അമ്മേ, നമ്മുടെ പഴയ കാലം ഒന്ന് ഓർത്തു. പണ്ട് നമുക്ക് ഓർമ്മയുണ്ടോ, ഈ പൂമുഖത്ത് നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് ഒരുപാട് നേരം വർത്താനവും തമാശയൊക്കെ പറയായിരുന്നു അല്ലേ? പിന്നെ ഇപ്പൊ ഒന്നുമില്ല. അനന്തേട്ടനും അമ്പിളിയൊക്കെ പോയോടെ അവൊക്കെ നിന്നു. എല്ലാവർക്കും അവനവന്റെ തിരക്കുകളല്ലേ അപ്പുണ്ണിയെ, പറഞ്ഞിട്ട് കാര്യമില്ലടാ. എനിക്കിപ്പോഴും കൊതിയുണ്ട് അങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ. ഇവിടെ ആർക്കും ഒഴിവില്ല, അമ്മയ്ക്ക് പോലും ഒഴിവില്ല. അപ്പൊ അങ്ങനെ പറയരുത്, അമ്മയ്ക്ക് സമയമൊക്കെ ഉണ്ട്, നീ അമ്മോട് സംസാരിച്ചു. ആ, അമ്മയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കും, അപ്പോഴേക്കും അമ്മയ്ക്ക് ചൂടാവും, പിന്നെ ഞാൻ എണീറ്റ് ഓടേണ്ടി വരും. അച്ഛാ, ഇതായിരിക്കുന്ന രണ്ടുപേരും കൂടെ. എന്താടി? ആഹാ, ഇവിടെ വന്നിരിക്കാന്നോ? ഞങ്ങള് വെറുതെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടിയതാ. വാടി ഇരിക്ക്. അല്ല സീതേ, സാറാമ്മ വന്നില്ലയോ? ആ, അത് വന്നിട്ട് മോളി മുറി കുത്തിരിപ്പുണ്ട്. പിന്നെ സാറാമ്മയുടെ അമ്മയെ പോലെയാണോ? അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. അതാ റൂം അടച്ചിരിക്കണേ. ഓ, വലിയ കാര്യമായി പോയി. അല്ലമ്മേ, പങ്കാമൻ ഇതുവരെ വന്നില്ലേ? ഇല്ലടി, ഇതുവരെ വന്നില്ല. ചേടാ, സാറമ്മ മേഡത്തിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഈ പങ്കാമൻ ഇതവിടെ പോയി കിടക്കുക. അതെന്താ, സാറാമ്മ മേഡത്തിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണോ? അയ്യോ, അതുകൊണ്ടല്ല. പങ്കാമൻ ഉണ്ടെങ്കിൽ സാറമ്മ മേഡത്തിന് ഒരു കൂട്ടാവൂല, അതുകൊണ്ട് പറഞ്ഞതാ. ഒരു കൂട്ട്. മോളെ, കുറച്ച് നേരമേ അവരുടെ കൂടെ പോയി ഇരുന്നൂടായോ? അല്ലെങ്കിൽ അവർക്ക് എന്തോ തോന്നും. അയ്യോ അച്ഛ, അത് വേണ്ട. ഒന്നാമതേ സാറമ്മ മേഡം പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. അതിന്റെ കൂടെ 100 ഉപദേശവും. ജീവിതത്തിൽ വഴക്ക് കേട്ടാലേ ഉപദേശം കേൾക്കാൻ എന്നെ കൊണ്ടുപോയി, അതുകൊണ്ട് ഞാൻ പോവില്ലേ. എടി, നിന്നെ പോലെ തന്നെയായിരുന്നു അമ്പിളിയും. ആരും ഉപദേശിക്കൊന്നും പറയുന്നൊന്നും അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ എല്ലാരും കൂടെ ഗൾഫിലേക്ക് വിട്ടെ. ഓടി അവിടുന്ന്. അതെ, നീ ഒരു പണിയെന്നാ,
സാറാ മേഡത്തിനെ പോയിട്ട് ഇങ്ങോട്ട് വിളിക്കും. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പാട്ടൊക്കെ പാടാം. വേണ്ട വേണ്ട, അവരിങ്ങോട്ട് വന്നാൽ ഞാനിവിടെ ഇരിക്കത്തില്ല കേട്ടോ. ആ ഇതാപ്പോ കുഴപ്പം. എന്നാ പിന്നെ എല്ലാവർക്കും ഇവിടെ ഇരിക്കാം, മരണ വീട്ടിലിരിക്കണോ അല്ലേ? പോടാ അവിടുന്ന്. ആ അതാ പങ്കിമാവ് വന്നല്ലോ. എല്ലാത്തിനും കൊണ്ടു നിർത്തിയിട്ടുണ്ടല്ലോ. ഇതെന്താ എല്ലാവരും കൂടി ഉമ്മർത്തിരിക്കുന്നത്? പങ്ക്യാമൽ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കുട്ടിയെ. അമ്മാവന്റെ കയ്യിലെന്താ? മൊബൈല്. അതേ ഇടത് കയ്യിലല്ല വലത് കയ്യില്? അല്ല, അത് വെറുതെ ഒരു പൊതി. വെറുതെ ഒരു പൂതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വെറുതെ ഒരു പൊതി എന്ന് പറയണം ആദ്യമായിട്ട് കേൾക്കാം. ചേച്ചിയുടെ തമാശ. അമ്മാവ പൊതിയിലെന്താണ്? പൊതിയില് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പല്ലുവേന ഉണ്ടായിരുന്ന കാര്യം. ഇല്ല, നീ പറഞ്ഞില്ലല്ലോ. ഷാഹിനോട് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഇല്ല. എന്നാ പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട. എന്നത് അപ്പ പറയണു, എനിക്കൊരു പല്ലുവേദന ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഇത്തിരി ആ രാമവേദന കണ്ടിട്ടേ മരുന്ന് മേടിച്ചതാ.